കരയണ്ട. കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞു. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളെക്കായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തിന് നമ്മളോട് തോന്നേണ്ട മനസ്സലിവ്. ഒരു കുഷ്ഠരോഗി അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കൂ. അടുത്ത വാക്ക് എന്റെ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. മനസ്സുണ്ട്, ശുദ്ധമാകാം. മനസ്സുണ്ട്, ശുദ്ധമാകാം. ആ സ്ത്രീയോട് യേശു പറഞ്ഞു, കരയണ്ട. നാട്ടുകാർ ചിന്തിക്കും, വിധവയായിരുന്നവള്, ഒറ്റ മോനെ ഉള്ളായിരുന്നു, മരിച്ചുപോയി, കരയണ്ടെന്നു. കരച്ചില് വരില്ലേ? കരയണ്ടെന്നു. അവൻ കരയണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവന്റെ കയ്യിൽ അതിന്റെ പരിഹാരമുണ്ട്. യേശു നിന്നോട് കരയണ്ടെന്ന് പറഞ്ഞെങ്കിൽ നീ എഴുതി വെച്ചോ, ആ വിഷയത്തിന്റെ സൊല്യൂഷനുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. കടഭാരം നിമിത്തം, സാമ്പത്തിക പ്രയാസം നിമിത്തം ഭാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്, വിഷമിക്കണ്ട. നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയം ഓർത്ത്, നിങ്ങളുടെ മകന്റെ വിഷയം ഓർത്ത് വല്ലാതെ മനസ്സ് കലങ്ങുമ്പോൾ ആരോ ഉള്ളിൽ പറയുന്ന പോലെ തോന്നുകയാണ്, ഭാരപ്പെടണ്ട. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് അത് പരിഹരിക്കുന്നവനാണ്. എന്റെ യേശു നിന്നോട് കരയേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞവന്റെ കയ്യിൽ അതിനി മരിച്ചു മൺമറഞ്ഞ് ശവപ്പെട്ടിയിൽ വെച്ച് അടക്കാൻ വെച്ചിരിക്കുന്ന ശരീരമാണെങ്കിലും അതിനകത്തുത്തരമുണ്ട്.